നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയിൽ നിന്ന് കരകയറാനുള്ള വഴികൾ കണ്ടെത്താൻ സിപിഎമ്മിന്റെ 3 ദിവസത്തെ നേതൃത്വ യോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നും അടുത്ത 2 ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയും ചേരും. തോൽവി സംബന്ധിച്ച പോളിറ്റ് ബ്യൂറോയുടെ വിലയിരുത്തലും യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആരെന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകാനാണ് സാധ്യത. പിണറായി പിന്മാറുകയോ എതിർപ്പുയരുകയോ ചെയ്താൽ കെ.എൻ. ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കും. ഉപനേതാവ് സ്ഥാനം വേണമെന്ന സിപിഐയുടെ ആവശ്യവും ചർച്ചയാകും. തോൽവിക്ക് കാരണം പിണറായി വിജയനാണെന്ന കടുത്ത ആരോപണമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉന്നയിച്ചിരുന്നത്. പിണറായി തുടർന്നാൽ കേരളം ബംഗാളാകുമെന്നായിരുന്നു ജോസ് കെ മാണിയുടെ ആരോപണം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോൾ സിപിഎമ്മിൽ പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കേണ്ടത്. കാരണം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ വാടക വീടെടുത്ത് താമസം മാറിയിരിക്കുന്നുവെന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം നിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഒരു തീരുമാനം തന്നെ ആയിരിക്കുമോ പുറത്തു വരുന്നുണ്ടാവുക? പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ഇന്നലെ വൈകിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് തിരികെയെത്തിയത്. പക്ഷേ അദ്ദേഹം ഇവിടേക്ക് വന്നതിനപ്പുറത്തേക്ക് വാർത്തകളിൽ ഇടം പിടിച്ചത് ബേക്കർ ജംഗ്ഷനിൽ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് മുഹമ്മദ് റിയാസ് എടുത്ത വാടക വീട്ടിലേക്ക് മുഖ്യമന്ത്രി താമസം മാറി എന്ന കാര്യമാണ്. അതിൽ രാഷ്ട്രീയമായി ഒരുപാട് അഭ്യൂഹങ്ങൾ ഉയർന്നു. പ്രതിപക്ഷ നേതാവ് സാധാരണ പ്രതിപക്ഷ നേതാവായാൽ താമസിക്കേണ്ടത് കന്റോൺമെന്റ് ഹൌസിലാണ്. കന്റോൺമെന്റ് ഹൌസ് ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വാടക വീട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഇനി മറ്റാർക്കെങ്കിലും നൽകാനാണോ, അതോ അവിടെ ഓഫീസ് മാത്രമായി പ്രവർത്തിപ്പിച്ചുകൊണ്ട് താമസം ഇപ്പോൾ എടുത്തിരിക്കുന്ന വീട്ടിലേക്ക് മാറ്റാനോ? എന്താണ് ഇതിന് പിന്നിൽ എന്നതിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്, ഒരു സസ്പെൻസ് തുടരുകയാണ്. എന്തായാലും പിണറായി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരും എന്ന ഒരു വിഭാഗം നേതാക്കൾ അത്തരം സൂചനയാണ് നൽകുന്നത്. മറുവിഭാഗം പറയുന്നത് ഒരു നേതൃമാറ്റം ഉണ്ടായാൽ, തലമുറ മാറ്റം ഉണ്ടായാൽ കെ.എൻ. ബാലഗോപാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തും എന്ന കാര്യമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവി വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുക. സംസ്ഥാന കമ്മിറ്റി നാളെ കഴിഞ്ഞുമായി നടക്കും. പോളിറ്റ് ബ്യൂറോയിലെ പരാജയ കാരണങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള ചർച്ചയിലെ വിശദാംശങ്ങളടക്കം ഇന്നും നാളെയും നാളെ കഴിഞ്ഞുമായി നടക്കുന്ന യോഗങ്ങളിൽ ഇടം പിടിക്കും. ഇനി ഒരു തിരിച്ചുവരവിന് വേണ്ടി സ്വീകരിക്കേണ്ട അടിയന്തരമായ നടപടികളെക്കുറിച്ചും വിശദമായ ചർച്ചകളുണ്ടാകും. അതോടൊപ്പം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന സിപിഐയുടെ ആവശ്യവും ചർച്ചകളിൽ ഇടം പിടിക്കുമെന്നാണ് വിവരം. അതുപോലെ തന്നെ ഈ തോൽവിക്ക് കാരണം പിണറായി വിജയനാണെന്ന ആരോപണം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇതടക്കം ഒരു തിരിച്ചടിയായി വരുമെന്ന് പ്രതീക്ഷിക്കാനാകുമോ? അത്തരത്തിൽ വിലയിരുത്തലുകൾ ഉള്ളവരുമുണ്ട്, പാർട്ടിയിൽ അങ്ങനെ അഭിപ്രായമുള്ളവരുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൽ മതിയായ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും ഈ 3 ദിവസത്തിനകത്ത് പ്രതിപക്ഷ നേതാവ് ആരാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും. നിലവിൽ പിണറായിയുടെ പേരിന് തന്നെയാണ് മുൻതൂക്കം. കാരണം തെരഞ്ഞെടുപ്പിനെ കഴിഞ്ഞ തവണയും നേരിട്ടത് പിണറായി വിജയന്റെ പേര് ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് 99 സീറ്റുകൾ ലഭിച്ചത്. പക്ഷേ ഇത്തവണ ഒരു പിണറായി വിരുദ്ധതയാണോ ഭരണവിരുദ്ധതയാണോ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ചകളാണ് പോളിറ്റ് ബ്യൂറോയിലും അതോടൊപ്പം സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെ നടക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് കാരണം എന്നത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തൽ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു നീക്കമായിരിക്കും സിപിഎമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.